ഹലോ ചങ്ങന്മാരെ, നമസ്കാരം. അച്ചു മണ്ണാർക്കാടാണ്. ഞാനെന്ന് കാണിച്ചു കഴിഞ്ഞാൽ റോഡ് കാണിക്കാൻ വന്ന അയ്യപ്പൻ കോശിയിലും നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ മുള്ളി വഴിയുള്ള ഊട്ടിയിലേക്കുള്ളൊരു യാത്രയില്ലേ, ആ യാത്രയ്ക്ക് പോകുന്ന റോഡാണ് ഇട്ടത്. ഇത്രയും ഗതികെട്ടവന്മാര് നമ്മുടെ നാട്ടിൽ വേറല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത്രയും മനോഹരമായിട്ടുള്ള റോഡ് ഉണ്ടാക്കിയിട്ട് തമിഴന്മാരവിടെ ഇടത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ സങ്കടമാവും. കാരണം അത്രയും ഇതിന് മോശപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇതില് ചാടി കുണ്ടും കുഴിയൊക്കെ ചാടിയിട്ട് നമ്മൾ പോയിട്ടുള്ളതാണ് ഊട്ടിയിലോട്ട്. ഇപ്പൊ ഇത്രയും മനോഹരമായിട്ട് റോഡ് ഉണ്ടായിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അതുവരെ പോയിട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഈ റോഡിന്റെ ആ തലവിട്ടിട്ട് പകുതി വരെ ഞാൻ കാണിച്ചു തരാം. പകുതി വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രമാട്ടിന്റെ ഒരു സർവീസിനും കൂടി വന്നാണ്. മുതലാളി ചീത്ത പറയും, നമുക്ക് അപ്പോഴത്തേക്കും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വീഡിയോ എടുത്ത്. അട്ടപ്പാടി കയറുന്നവർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഫസ്റ്റ് ജംഗ്ഷൻ മുക്കാലിയിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു കട കയറാത്തതും കാണാത്തതായിട്ടുള്ള ഒരു ആളും ഉണ്ടാവില്ല. ഹോട്ടൽ ഹരിത. ഇവിടെ രണ്ടെണ്ണന്മാർ നമുക്ക് വേണ്ടി നല്ല കിഡിലൻ ഫുഡ്, ബീഫും പോർക്കും അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ടയും മീൻകറിയൊക്കെ നല്ല കിഡിലനായിട്ട് ഉണ്ടാക്കി വെക്കുന്ന രണ്ടെണ്ണന്മാർ. ഒന്നും നോക്കിയില്ല, ഞങ്ങളും കയറി 2 പൊറോട്ടയും ഒരു ചായ ഒരു മീൻകറിയൊക്കെ കഴിച്ച് നമ്മൾ യാത്ര പോവാണ്. ഇത് നമ്മുടെ താവളം. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മുള്ളി റോട്ടിലേക്ക് പോകുന്ന ഒരു സെൻറ്ററാണ് താവളത്തിൽ നിന്ന് ലെഫ്റ്റ് നമുക്ക് ഊട്ടി പോകുന്ന റൂട്ട്, സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ കോട്ടത്തറ, കോയമ്പത്തൂർ അങ്ങനെയൊക്കെ പോകുന്ന റൂട്ടുമാണ്. ഒരുപാട് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഭയങ്കര ദുരിതം അനുഭവിച്ച റോഡായിരുന്നു ഇതൊക്കെ. എത്രയോ ടൂറിസ്റ്റുകൾ ഇതിലേ വന്നിട്ട് ചീത്ത വിളിച്ചിട്ട് പോകേണ്ട അവസ്ഥയൊക്കെയുള്ള ഒരു റോഡ്, അങ്ങനെ വേണം പറയാൻ. ഇത് കണ്ടില്ലേ, സൂപ്പർ റോഡ്. റബ്ബറൈസറൊക്കെ ചെയ്തിട്ട് കിഡിലൻ റോഡായിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ അടച്ചിട്ടിരിക്കുക. അതിലെ ആളുകൾ പോക്കും വരവൊക്കെ കുറഞ്ഞു കിടക്കുന്ന ഒരു റോഡാണ്. എന്ത് മനോഹരമായിട്ടുള്ള, മഴയും കൂടി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പറക്കാം നമുക്കിതിലേ കിടന്നിട്ട്. അത്രയും സൂപ്പറായിട്ടുള്ള റോഡാണ്. പക്ഷേ യോഗമല്ല ഉണ്ണിയേ, അതാണ് അവസ്ഥ നമ്മുടെ നാട്ടുകാർ. ഞങ്ങൾക്കൊക്കെ മണ്ണാർക്കാട് അട്ടപ്പാടിയുള്ള ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഏറ്റവും സുഖമായിട്ട് പോകാനും അട്ടപ്പാടി ടൂറിസ്റ്റുകൾക്ക് വന്നിട്ട്